traders, welcome back to Aju the Decoder. നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇയോടെയാണ് ഒരുമിച്ച് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ബോത്ത് ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ അനലൈസ് ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ഗോയിങ് ഫാർ നമുക്ക് ഇത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈവൻ മോർ കോംപ്ലിക്കേറ്റഡ് ആവും. ഓരോ ചാർട്ട് വെച്ച് അനലൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻ കിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ്? മൾട്ടിപ്പിൾ കൺഫർമേഷൻ. ആ മൾട്ടിപ്പിൾ കൺഫർമേഷൻ തരുന്നത് 3 ഇൻഡെക്സും ഒരേപോലെ അനലൈസ് ചെയ്താലുള്ളൂ. ഈവൻ ഐ നോ ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം, പക്ഷേ ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കൊരു കാര്യം എങ്ങനെയാണ് കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? നമ്മളത് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അല്ലെ. നമ്മൾ ചെയ്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ കോംപ്ലിക്കേഷൻ നമുക്ക് എന്താകും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി നമുക്കത് എന്താ പറയാ ഈസി ആയിട്ട് നമുക്ക് ഗോയിങ് ഫാർ നമുക്കത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ അതിന് മുമ്പ് ഉള്ളൊരു സ്ട്രഗിൾ ആയിരിക്കും ഇത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഈ 3 ഇൻഡെക്സ് ഒരുപോലെ അനലൈസ് ചെയ്തിരിക്കും. പക്ഷെ ഗോയിങ് ഫാർ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ലേൺ ചെയ്ത് വന്നാലേ ഉള്ളൂ കിട്ടുള്ളൂ. അതിപ്പോ അതിന് മുമ്പ് വരെ കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന വീഡിയോസ് മൾട്ടിപ്പിൾ തവണ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന കീ പോയിന്റ്സ് ആയിട്ടായിരിക്കും പറയുന്നത്. ആ പോയിന്റ്സ് മൾട്ടിപ്പിൾ തവണ 3 ഇൻഡെക്സും വെച്ചിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾ തന്നെ ചാർട്ടിൽ ഇരുന്ന് അനലൈസ് ചെയ്ത് അറ്റ് എ ടൈം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി സെൻസസ് ഓപ്പൺ ചെയ്തിട്ട് ആയിട്ട് അനലൈസ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ വീഡിയോ 1, 2, 3 വട്ടം കാണുക. 1, 2, 3 വട്ടം കണ്ടിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ചാർട്ടിൽ വന്നിട്ട് അത് അതുപോലെ തന്നെ എടുത്ത് മാർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഈസി ആയിട്ട് എന്താ പറയാ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് ബ്രെയിൻ ഏറ്റെടുക്കത്തുള്ളൂ. അത് ബ്രെയിനിൽ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കണം. ട്രെയിൻ ചെയ്ത് ബ്രെയിനും കണ്ണും നമ്മൾ നോക്കുന്നതും നമ്മുടെ വ്യൂവും ഒക്കെ ഒരേപോലെ വർക്ക് ചെയ്താലേ ഉള്ളൂ നമുക്ക് ചാർട്ടിൽ നമുക്ക് നമ്മുടെ സ്കില്ല് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്ത് ഉള്ളൂ നമുക്കത് ഈസി ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 3 ഇൻഡെക്സ് ഒരേ ടൈമിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, പലരും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മൾട്ടിപ്പിൾ കൺഫർമേഷൻ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത് 50-50 പ്രോബബിലിറ്റിയിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമുക്കൊരു എഡ്ജ് വേണം. നമുക്കൊരു എബോവ് 70% പ്രോബബിലിറ്റി ഉണ്ടെങ്കിലും ഉള്ളൂ നമുക്ക് ഈവൻ 1, 2 വട്ടം പോലും നമ്മുടെ ട്രേഡ് കുറവായാൽ പോലും നമുക്ക് പ്രോഫിറ്റബിലിറ്റി എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം എന്തുമാത്രം കൺഫർമേഷൻ എടുക്കുക അത്രയും കൺഫർമേഷൻ എടുക്കുക. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്താണ് ലേൺ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി 26 എടുത്തു. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കീ പോയിന്റ്സ് നമ്മുടെ 5 കീ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അനലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് സെയിൽ, അതായത് 26ലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുന്നതെങ്കിൽ 25th നോക്കുക, മാർക്കറ്റ് നോക്കുക, എങ്ങനെയാണ് ഓപ്പണിങ് എങ്ങനെയാണ് ക്ലോസിങ്. ദാറ്റ്സ് ഇറ്റ്. അത് മാത്രം നോക്കിയാൽ മതി. ഓപ്പണിംഗ് ക്ലോസിങ് ആദ്യം ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നു, ഓപ്പൺ ചെയ്യുന്നു, ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു, ഏകദേശം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട്. ഓപ്പണിംഗ് എവിടെയാണ്, ക്ലോസിങ് എവിടെയാണ്? ഓപ്പണിംഗ് എന്ന് പറയുന്നത് ക്യാൻഡിൽ ഓപ്പണിംഗ് ആണ് നോക്കേണ്ടത്. ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് എവിടെയാണ്? റെഡ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത് ടോപ്പിലായിരിക്കും. ഈ ഒരു ഭാഗം ഇത് ഇവിടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു, താഴെ വരുന്നു, ട്രാവൽ ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, പെൻഡൂൾ എടുക്കാം. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, റിട്ടേൺ വരുന്നു, തിരിച്ചിവിടെ വരുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഓപ്പണിംഗ്, ക്യാൻഡിൽ ഓപ്പണിംഗ് ക്ലോസിംഗ്. അപ്പോൾ പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് എവിടെയായിരുന്നു? ഇതാണ് പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ്. അതായത് ഈ ഗ്രീൻ ക്യാൻഡിൽ, ഈ കാണുന്ന ഗ്രീൻ ക്യാൻഡിലാണ് പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ്. അതുപോലെ തന്നെ ഈ കാണുന്ന പോയിന്റ് ആണ് പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പോയിന്റ്. സോ ഈ പ്രീവിയസ് ഡേയിലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഇവിടെയാണ്, കറന്റ് ഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ഓപ്പൺ. ഓക്കെ, അത് ക്ലിയർ ആയിരുന്നു തോന്നുന്നു, വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് എന്ത് ചെയ്തു? ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഓൾമോസ്റ്റ് ഇവിടെ
ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എന്താണ്, ഏകദേശം സിമിലർ ആണ്. അതായത് ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് ക്ലോസിങ്ങും ഏകദേശം സിമിലർ ആവുന്ന, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ക്ലിയർ ആയി. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ കീ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. കീ പോയിന്റ്സ് ഏതൊക്കെയാണ്? പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ഹൈ ലോയി ബ്ലാക്ക് ആയിട്ട് മാർക്ക് ചെയ്യുക. പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോയി, പിന്നെന്താണ് ക്ലോസിംഗ് പ്രൈസ്. അതായത് റെഡ് ക്യാൻഡിലാണ്. റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്ന എവിടെയാണ്, ക്ലോസ് ചെയ്യുന്ന എവിടെയാണ്. മുകളിലാണ് ഓപ്പണിംഗ്, താഴെയാണ് ക്ലോസിംഗ് റെഡ് ക്യാൻഡിൽ. അത് ക്യാൻഡിൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. ഓപ്പണിംഗ് ക്ലോസിംഗ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യും, മാർക്കറ്റ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും, എന്നിട്ട് മാർക്കറ്റ് റിട്ടേൺ താഴെ വരും, എന്നിട്ട് മാർക്കറ്റ് ഒരു ലെവലിൽ എത്തിയിട്ട് അവിടെ ക്ലോസ് ചെയ്യുക. അങ്ങനെയാണ് ഓപ്പണിംഗും ക്ലോസിംഗ് ക്യാൻഡിലിന്റെ, റെഡ് ക്യാൻഡിലിന്റെ വരുന്നത്. എന്താണ് ഇങ്ങനെ? ഓക്കെ ഓക്കെ. അപ്പൊ ബാങ്ക് നിഫ്റ്റിയില് ക്ലോസിംഗ് മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ലോയി ക്ലോസിംഗ് മാർക്ക് ചെയ്തു. ഇനി മാർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല്, നമുക്കിനി മാർക്ക് ചെയ്യേണ്ടത് എന്താണ്, റൗണ്ട് നമ്പറാണ്. മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത് നിയർ ബൈ മാർക്കറ്റിൽ എവിടെയാണ് റൗണ്ട് നമ്പർ ഉള്ളതെന്ന് നോക്കുക. നിയർ ബൈ റൗണ്ട് നമ്പർ, അതായത് നമുക്ക് 26th ആണ് ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ 25th നമ്മൾ വന്നിട്ട് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. 55,000, ഇവിടെ 55,000 നിയർ ബൈ ഒരു റൗണ്ട് നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതായത് പ്രീവിയസ് ഡേ ഹൈ, ക്ലോസിംഗ് പ്രൈസ് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇത് ബാങ്ക് നിഫ്റ്റിയാണ് സിമ്പിള്. ക്ലോസിംഗ് പ്രൈസ് മാർക്ക് ചെയ്ത്, പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോയി, റൗണ്ട് നമ്പർ മാർക്ക് ചെയ്ത്. ഇനി വേണ്ടത് ബൗൺസിങ് ലെവലാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബൗൺസിങ് ലെവൽ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്, ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ബൗൺസിങ് ലെവൽ എന്ന് പറയുന്നത്, അതായത് ഇതാണ് ബൗൺസിങ് ലെവൽ വരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ടോ, അതായത് ഇതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, നല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു മൊമെന്റം തന്നിട്ടുണ്ട്, അല്ലെ? ഈ ഒരു മൊമെന്റം തന്നേക്കുന്നത്, അതായത് വൺ സൈഡഡ് ക്ലിയർ മൂവ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അത് ബൗൺസിങ് ലെവലായിട്ട് എന്ത് ചെയ്തേക്കുന്നത്, എടുത്തേക്കുന്നത്. അതായത് വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു മൊമെന്റം ആണ് എന്ത് ചെയ്തേക്കുന്നത്, മാർക്കറ്റ് അവിടെ തന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇതാണ് ബൗൺസിങ് ലെവൽ എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ബൗൺസിങ് ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഡേ ഹൈയും ബൗൺസിങ് ലെവലും സിമിലർ ആണ്. അതുകൊണ്ടാണ് അത് ബൗൺസിങ് ലെവലായിട്ട് പറയുന്നത്. പ്രീവിയസ് ഡേ ഹൈയും ബൗൺസിങ് ലെവലും സിമിലർ ആണ്. ഇവിടെയാണ് ബൗൺസിങ് ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിടാം. അതായത് ബൗൺസിങ് ലെവൽ എപ്പോഴും നമ്മളൊരു റെക്ടാങ്കിളിൽ യെല്ലോയിഷ് കളറിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ മാർക്ക് ചെയ്തത്. പ്രീവിയസ് ഡേ ഹൈ ലോയും അവിടെ തന്നെയാണ് വരുന്നത്. പ്രീവിയസ് ഡേ ലോയും ബൗൺസിങ് ലെവലും ഒരേപോലെയാണ് വരുന്നത്. ഇവിടെ പ്രീവിയസ് ഡേ ലോയും ബൗൺസിങ് ലെവലും. അപ്പൊ നമുക്ക് എന്താണ്, ബൗൺസിങ് ലെവലും കിട്ടി, പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, പിന്നെ പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് മാർക്ക് ചെയ്തു, ബൗൺസിങ് ലെവൽ മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു, റൗണ്ട് നമ്പർ മാർക്ക് ചെയ്തു. അതായത് 1, 2, 3, 4, 5, അതായത് നമ്മുടെ
5 ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ബോത്ത് ഇൻഡെക്സിൽ നമ്മൾ 5 ലെവൽസ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എൻറോൾ തന്നെ എടുക്കാം, ശരിയാകത്തില്ല. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത ഇൻഡെക്സിൽ ലെവൽ മാർക്ക് ചെയ്യാം. അടുത്തത് നിഫ്റ്റിയിൽ ലെവൽ മാർക്ക് ചെയ്യുക. 26th ട്രേഡ് ചെയ്യേണ്ടത്. 25th എന്ത് ചെയ്യണം, നമ്മൾ ലെവൽ മാർക്ക് ചെയ്യണം. ഹൈ ബ്ലാക്ക് കൊടുക്കാം, ലോയിൽ ക്ലോസും പ്രൈസിന് നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താ വേണ്ടത്, റൗണ്ട് നമ്പർ, നിയർ ബൈ റൗണ്ട് നമ്പർ നോക്കുക. 25,000 ഇതാണ് ഇവിടെ. 25,000 റൗണ്ട് നമ്പർ ആയി. പിന്നെന്താണ് ബൗൺസിങ് ലെവൽ, അതായത് നിഫ്റ്റിയിലും നോക്കിയാൽ കാണാം, നിഫ്റ്റിയിൽ ക്ലിയർ കട്ടായിട്ട് ഇവിടുന്ന് വൺ സൈഡ് സ്ട്രോങ് മൂവ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ ബയർ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബൗൺസിംഗ് ലെവൽ ഉണ്ട്. അത് കൂടാതെ നിഫ്റ്റിയിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 25th ക്ലോസ് ചെയ്തേക്കുന്ന ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റ് ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ് ബയേഴ്സിന്റെ ആക്ടിവിറ്റി ഉണ്ട്. ഇത് ഈ ലെവൽ സ്ട്രോങ് ലെവലാണ്. 25th ക്ലോസിംഗ് പ്രൈസ് സ്ട്രോങ് ലെവലാണ്. ഇവിടുന്ന് ബയേഴ്സിന്റെ ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇവിടെയും ബൗൺസിംഗ് ലെവൽ വരും. അതുകൂടാതെ ഈ സ്ട്രോങ് മൊമെന്റം തന്നേക്കുന്ന ഈ പോയിന്റും ബൗൺസിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഒരു പ്രീവിയസ് ഡേ ലോ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുക. അറ്റ് എ ടൈമിൽ പ്രീവിയസ് ഡേ ലോ, ബൗൺസിംഗ് ലെവൽ, ക്ലോസിംഗ് പ്രൈസ് എല്ലാം ഒരുപോലെ വരുമ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രോങ് കീ ഏരിയ, കീ പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ഈ ഒരു ലെവൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ബൗൺസിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ കറണ്ട് ഡേയിൽ, അതായത് 25th ബൗൺസിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. 22nd ക്ലോസ് ചെയ്തേക്കുന്ന ക്ലോസിംഗ് പ്രൈസ് ആണ് ഇത്. ബൗൺസിംഗ് ലെവൽ 22nd മാർക്കിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അത് ഇതുവരെ ക്ലിയർ ചെയ്തിട്ടില്ല. അതിന്റെ നിയർ ബൈ എന്നാണ് സ്ട്രോങ് ബൈയിങ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നല്ല സ്ട്രോങ് ബയേഴ്സ് ആക്ടിവേറ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. അത് കൂടാതെ വേറൊരു കീ പോയിന്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, അതായത് ക്ലോസിങ്ങിനോട് അടുത്ത് ഇവിടുന്ന് ഒരു ബൈയിങ് നടന്നേക്കുന്നുണ്ടോ, ജസ്റ്റ് ഇത് നോക്കിയാൽ ഈ നടന്നേക്കുന്ന ബൈയിങ് കണ്ടോ, ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെ. ഇവിടെയും സ്ട്രോങ് ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ക്ലോസിങ്ങിനോട് അടുത്താണ് ഡബ്ല്യു പാറ്റേൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബൈയിങ്, ഈ ഏരിയയിലും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. അതുപോലെ തന്നെ എന്താ ഡേ ബിഫോർ ഡേയിലെ 22nd ഓഗസ്റ്റിലെ ക്ലോസിംഗ് പ്രൈസിന് നിയർ ബൈ ആണ് ഇത്രയും സ്ട്രോങ് ബൈയിങ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെയും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഇവിടെ താഴെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അത് കൂടാതെ ക്ലോസിംഗ് പ്രൈസ് 22nd ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലിയർ. 1 2 3 4 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസ്, 5 ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത സെൻസെക്സിലേക്ക് പോകും. സെൻസെക്സ് ഇവിടുന്ന് തന്നെ എടുക്കുന്ന നല്ല കണ്ടിന്യൂസ് റീഫ്രഷ് കാണിച്ചു കൊടുക്കും.
സെൻസെക്സ് ഓക്കെ നമുക്ക് ഓക്കെ സെൻസെക്സ് നോക്കാം. സെൻസെക്സ് 25th വരുവാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ മാർക്ക് ചെയ്തു, പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്തു, ക്ലോസിംഗ് പ്രൈസ് മാർക്ക് ചെയ്തു, റെഡ് കളർ ആക്കാം. റൗണ്ട് നമ്പർ 81,000. ഓക്കെ, നിയർ ബൈ റൗണ്ട് നമ്പേഴ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 81,500. ഓക്കെ, റൗണ്ട് നമ്പർ മാർക്ക് ചെയ്തു. പിന്നെ നിഫ്റ്റിയിലും സെൻസെക്സിലും കാണാൻ പറ്റിയ സെയിം സിനാരിയോ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. കീനായിട്ട് നോക്കുക. അതായത് ഡേ ബിഫോർ ഡേയിലെ 2nd ഓഗസ്റ്റിൽ മാർക്കറ്റ് ഇതുവരെ ലോ ക്ലിയർ ചെയ്തിട്ടില്ല. അത് ബൗൺസിംഗ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് റെക്ടാങ്കിൾ ഇട്ട് യെല്ലോയിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കീ ആയിട്ടുള്ള ഒരു ബൗൺസിംഗ് ഉണ്ടോ, ഇതും ബൗൺസിംഗ് ലെവലാണ്. ഇതും മാർക്ക് ചെയ്യും. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സമയം പോകും. അതുപോലെ തന്നെ ഇവിടെ ഇതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബോത്ത് നിഫ്റ്റി ആയിക്കോട്ടെ സെൻസസ് ആയിക്കോട്ടെ സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വേറൊരു ആക്ടിവിറ്റി ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ഇവിടുന്ന് സ്ട്രോങ് ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്, ഇവിടുന്ന് സ്ട്രോങ് ബയേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ലെവൽ എത്തുന്നതിന് തന്നെ മാർക്കറ്റ് ഇത്രയും ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആണ്. ഇവിടെ ബയേഴ്സിന്റെ താഴെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വരെ മാർക്കറ്റിന്റെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആയിരിക്കും ബയേഴ്സിന്റെ. അത് കൂടാതെ ഈ ലോ ക്ലിയർ ചെയ്തിട്ടില്ല, ഇത് സ്ട്രോങ് ബൗൺസിംഗ് ലെവലാണ്. ഒരു പർട്ടിക്കുലർ ലോ ക്ലിയർ ചെയ്യാതെ അവിടുന്ന് സ്ട്രോങ് ബൈയിങ്, കണ്ടിന്യൂസ് വൺ സൈഡഡ് ബൈയിങ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. അത് കൂടാതെ 81,500 മുകളിൽ മാർക്കറ്റ് ഇവിടുന്ന് ബൈയിങ് പോകുന്നുണ്ട്. അപ്പൊ വീണ്ടും ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആണ്, ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. അതും കൂടാതെ ഇവിടുന്ന് ഒരു അതായത് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നിയർ ബൈ 81,500 മുകളിൽ നിന്ന് ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും സ്റ്റിൽ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. മുകളിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളൊന്നും തരില്ല, കാരണം അങ്ങനെയുള്ള ആക്ടിവിറ്റി മാർക്കറ്റിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അവരുടെ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. മാർക്കറ്റ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അത് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് സെല്ലേഴ്സിന് ഓൾറെഡി പ്രോഫിറ്റിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഓൾറെഡി പ്രോഫിറ്റിലാണ്. അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി അവിടെ ഇല്ല. കാരണം അവിടുത്തെ സെല്ലേഴ്സ് എല്ലാം ഈ നല്ല പ്രോഫിറ്റിലായിട്ട് അവർ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ബയേഴ്സിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണ്. ഓക്കെ, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മാർക്കറ്റിന് താഴത്തേക്ക് പോകണമെങ്കിൽ മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും മാർക്കറ്റ് താഴേക്ക് പോകും. അതിനുവേണ്ടിയാണ് ഇവിടുന്ന് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. മുകളിൽ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും തന്നെ അവൈലബിൾ അല്ല, അതുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോവില്ല. ഓക്കെ, അത് ക്ലിയർ ആണ്. അത് കൂടാതെ ഇവിടെ ക്ലീനായിട്ട് നോക്കുവാണെങ്കിൽ ഒരു പോയിന്റ് കൂടെ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് ഫിബിനോക്കി റീട്രേസ്മെന്റ് ടൂൾ ആഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ലോ ടു ഈ ഹൈ വരെ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂട്ടാം. ഓക്കെ, ഈ ലോ അതായത് ഈ കീനായിട്ടുള്ള ബൗൺസിങ് നടന്നേക്കുന്ന ലോ ടു ഈ ഹൈ വരെ ഒരു ഫിബിനോക്കി റീട്രേസ്മെന്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിന്റെ 50-61% ഈ കാണുന്ന 50-61% വന്നിട്ടാണ് മാർക്കറ്റ് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അർത്ഥം മാർക്കറ്റ് ഈവൻ ബയേഴ്സിനെ സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു എന്നാണ് അർത്ഥം. കാരണം ഇങ്ങനൊരു റീട്രേസ്മെന്റ് കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു. കാരണം 50% റീട്രേസ്മെന്റ് മാർക്കറ്റ് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും ബയേഴ്സ് എന്ത് ചെയ്യും? ബയേഴ്സിന്റെ പൊസിഷൻ സ്ട്രോങ് ആക്കും, ബയേഴ്സിന് കോൺഫിഡൻസ് മാർക്കറ്റ് കൊടുക്കും. സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് മാർക്കറ്റ് ഈവൻ മുകളിലേക്ക് പോകാനാണ് മാർക്കറ്റ് കാണിക്കുന്നത് എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു ക്രിയേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് മാർക്കറ്റ് എന്ത് ചെയ്തു? ക്ലോസിംഗ് പ്രൈസിന് ടച്ച് പോലും ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ലെവലിൽ നിന്ന് മാർക്കറ്റ് ടച്ച് പോലും ചെയ്യാതെ അതിന് മുമ്പ് തന്നെ ബിഫോർ റിവേഴ്സൽ തന്നിരിക്കുന്നു. അപ്പൊ തന്നെ മാർക്കറ്റ് എന്താണ് ഇവിടെ കാണിക്കുന്നത്? സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് മൊമെന്റമാണ് മാർക്കറ്റ് ഉള്ളതെന്നാണ് മാർക്കറ്റ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അത് കൂടാതെ ഈ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഹൈയും ബ്രേക്ക് ചെയ്ത് ഈവൻ മോർ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു 50% റീട്രേസ്മെന്റും തന്നു. എന്നിട്ടൊരു 50% മാർക്കറ്റ് റീട്രേസ്മെന്റും തന്നു. അവിടുന്ന് ഒരു ഡബ്ല്യു പാറ്റേണും ക്രിയേറ്റ് ചെയ്തു. അതേ ടൈമിൽ തന്നെ നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിയിലും സെയിം സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക.
എന്ത് ചെയ്ത് നിഫ്റ്റിയിലും മാർക്കറ്റ് എന്ത് ചെയ്തു ഒരു ഡേ ബിഫോർ ഡേയിലെ ക്ലോസിംഗ് പ്രൈസിന് മുകളിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് തന്നു, ഹൈയും കട്ട് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് അവിടുന്ന് ഒരു 50% റീട്രേസ്മെന്റ് തന്നിട്ട് അവിടുന്ന് വീണ്ടും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സെൻസസ് നോക്കുവാണെങ്കിൽ 81,500ന്റെ മുകളിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് 80 അതായത് ഫിബൊനാച്ചി റീട്രേസ്മെന്റിന്റെ 50%-ൽ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി 55,000 എന്നുള്ള ഒരു റൗണ്ട് നമ്പേഴ്സിന്റെ മുകളിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അത് കൂടാതെ അതിന്റെ മുകളിൽ തന്നെയാണ് ഈ ഒരു ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റൗണ്ട് നമ്പറിന്റെ മുകളിൽ തന്നെയാണ് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ ബൗൺസിംഗ് ലെവലിന്റെ മുകളിൽ നിന്നാണ് ഡബ്ല്യു പാറ്റേൺ ബോത്ത് 3 ഇൻഡെക്സും ഒരേപോലെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. 3 ഇൻഡെക്സും ബയേഴ്സിനെ ഹണ്ട് ചെയ്യാനാണ് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് ഞാൻ മാർക്കറ്റ് ഇപ്പൊ മുകളിലേക്ക് പോകും, നല്ല സ്ട്രോങ് ബൈയിങ് സിനാരിയോസ് ആണ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, അതായത് 3 ഇൻഡെക്സ് ഒരേപോലെ ബയേഴ്സിനെ ഹണ്ട് ചെയ്യുന്ന സിനാരിയോ ആണ് നമുക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റിയിൽ ഇതുപോലെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് നോക്കാം. നിഫ്റ്റിയിലും മറ്റേ ടൈമിൽ 50% റീട്രേസ്മെന്റിൽ കണ്ടോ, 50% റീട്രേസ്മെന്റിൽ മാർക്കറ്റ് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് നമ്പർ 55,000 എന്നുള്ള റൗണ്ട് നമ്പറിന്റെ മുകളിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്ത് അതിന്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തു. ബയേഴ്സിനാണ് ഹോപ്പ് കൊടുക്കുന്നത്. മാർക്കറ്റ് സ്ട്രോങ് ആണ്, സ്ട്രോങ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുക എന്നുള്ള ഒരു ഹോപ്പാണ് മാർക്കറ്റ് മൾട്ടിപ്പിൾ ഇൻഡെക്സിൽ കൂടെ മാർക്കറ്റ് എന്ത് ചെയ്ത് ബയേഴ്സിന് കൊടുത്തേക്കുന്നത്. ആ ഒരു ഹോപ്പാണ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത് ഇവിടെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ട് ചെയ്തേക്കുന്നത്. അതായത് കംപ്ലീറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു ഹോപ്പാണ് പൊളിച്ചടുക്കിയിരിക്കുന്നത്. കാരണം മാർക്കറ്റ് ഓപ്പൺ ആയി തന്നെ ഗ്യാപ് ഡൗണിലാണ്. എന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ട്രോങ് ബൈയിങ്, ഒരു ബ്രേക്ക് ഔട്ട്, അതായത് ഇവിടെ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോയിട്ട് ഇത് കണ്ടോ, ഈ ഒരു കീനായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം വീണ്ടും ഈവൻ മോർ ബയേഴ്സിനാണ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന നല്ല ഹോപ്പ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് കണ്ടോ, ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പണിംഗിൽ തന്നെ ബൈയിങ് മൊമെന്റം ആണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, കറക്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ, ഈ ഒരു കീൻ ഏരിയ എന്ന് തന്നെ ബൗൺസിംഗ് ലെവലാണിത്. കറന്റ് ഡേ 26th ബൗൺസിംഗ് ലെവലാണ്. കൂടാതെ പ്രീവിയസ് ഡേ ലോയും കൂടിയാണ്, 26ലെ ലോയും കൂടിയാണ്. അവിടുന്ന് തന്നെ ഒരു സ്ട്രോങ് ബൈയിങ് മൊമെന്റം വന്നിരിക്കുന്നു. ആ ഒരു സ്ട്രോങ് ബൈയിങ് മൊമെന്റം കൂടാതെ നമ്മൾ അടുത്ത ഇൻഡെക്സ് ആയിട്ടുള്ള സെൻസെക്സിൽ നോക്കാം. സെൻസെക്സിൽ നോക്കുവാണെങ്കിൽ സെൻസെക്സിലും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് ആണ് മാർക്കറ്റ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ്, പ്രീവിയസ് ഡേ ലോ, പിന്നെ പ്രീവിയസ് ഡേ ക്ലോസിംഗ് ബ്രേക്ക്, പ്രീവിയസ് ഡേ ബൗൺസിംഗ് ലെവൽ, അവിടെ നിന്നാണ് സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ തന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന് ഇവിടുന്ന് വീണ്ടും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുക. ഇവിടുന്ന് വീണ്ടും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിനെ മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരേ ലെവലിൽ നിന്ന് തന്നെ 55,000 എന്നുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. പിന്നെ പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് പ്രൈസും ബൗൺസിംഗ് ലെവലിൽ നിന്നും പ്രീവിയസ് ഡേ ലോയിൽ നിന്നും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. നിഫ്റ്റിയിലും സെയിം ലെവലിൽ നിന്ന് തന്നെ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു വിത്ത് ഓപ്പണിംഗ്. സോ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് വീണ്ടും ഇവിടുന്ന് ആക്ടിവേറ്റ് ആയി. ഇവ ഈ ഗ്യാപ് ഡൗൺ കണ്ടുകൊണ്ട് മാർക്കറ്റിൽ കുറച്ചുകൂടെ എന്താ പറയുക, ബിലോ ആവറേജ് പ്രൈസിൽ മാർക്കറ്റിനെ കിട്ടി എന്ന് വിചാരിച്ച് ബയേഴ്സ് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലിൽ നിന്ന് വീണ്ടും ബയേഴ്സ് എന്ത് ചെയ്യും, പൊസിഷൻ ആഡ് ചെയ്യും. ഓൾറെഡി മാർക്കറ്റ് പ്രീവിയസ് ഡേയിലും മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. ഈ കറന്റ് ഡേയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് ഒരിക്കലും ഈ ലെവലിൽ നിന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോവില്ല. ഈവൻ ഈ ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് പോയാലും മാർക്കറ്റ് തിരിച്ച് നല്ല ഡ്രാസ്റ്റിക് മൊമെന്റോടെ റിവേഴ്സ് ആകും. കാരണം ഒരു ഒരു എന്താ പറയുക, മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ട് വീണ്ടും അവർക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് കൊടുക്കത്തില്ല. ഇപ്പൊ മാർക്കറ്റിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, ഒരു ലെവലിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ബയേഴ്സിനെ അല്ലെങ്കിൽ സെല്ലേഴ്സിനെ ആക്ടിവേറ്റ് വിസിബിളി ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും അവർക്ക്
പ്രോഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ മാർക്കറ്റ് കാണിച്ചാൽ അവിടുന്ന് തീർച്ചയായിട്ടും അവിടുന്ന് മാർക്കറ്റ് ആ ഒരു മൊമെന്റ് കീപ്പ് ചെയ്യില്ല. മാർക്കറ്റ് റിട്ടേൺ വരും, റിവേഴ്സ് വരും, അവർ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് കണ്ട് ചെയ്യും. കാരണം അങ്ങനെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടും. എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താ പറയാ, ലിക്വിഡിറ്റി ഇല്ലാതെ മാർക്കറ്റ് മൂവ് ആവില്ല. മാർക്കറ്റിന് മൂവ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈഡിലേക്ക് ലിക്വിഡിറ്റി വേണം. ആ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബയേഴ്സിനെ അല്ലെങ്കിൽ സെല്ലേഴ്സിനെ മാർക്കറ്റ് ഹണ്ട് ചെയ്യുന്നത്. ഇവിടെ ബയേഴ്സിനെയാണ് മാർക്കറ്റ് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചിരിക്കുന്നത്. പ്രീവിയസ് ഡേയിലും ഡേ ബിഫോർ ഡേയിലും നിയർ ബൈ ക്ലോസിംഗ് പ്രൈസിന്റെ മുകളിൽ വന്നിട്ട് റിവേഴ്സ് ആവുക, പിന്നെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക, പ്രീവിയസ് ഡേയിൽ തന്നെ 81,500 ആയിക്കോട്ടെ, റൗണ്ട് നമ്പറിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുക, റൗണ്ട് നമ്പറിന്റെ മുകളിൽ നിന്ന് തന്നെ ഡബ്ല്യു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ കാണിക്കുന്നത് ഒരു ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള സിനാരിയോ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കറന്റ് ഡേ 26 മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് തന്നെ ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചുകൊണ്ടാണ്. ഇതുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി 3 ഇൻഡെക്സും ബയേഴ്സിനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത്. ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലിൽ നിന്ന് ഒരിക്കലും മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല. ഈവൻ പോയാൽ പോലും മാർക്കറ്റ് മാക്സിമം ക്ലോസിംഗ് പ്രൈസിന്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ജസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് കട്ട് ചെയ്യുക എന്നിട്ട് റിവേഴ്സ് ആകും. അഥവാ ഇങ്ങനെ പോയാൽ പോലും അധികം നമ്മൾ പൊസിഷൻ ക്രിയേറ്റ് ചെയ്താലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോസ് വരില്ല. കാരണം ലിക്വിഡിറ്റി ഇല്ല. ലിക്വിഡിറ്റി ഉള്ളിടത്തേക്കേ ഉള്ളൂ മാർക്കറ്റ് മൂവ് ആയാലും നമുക്ക് IV സ്പൈക്ക് ഉണ്ടായി നമ്മൾ എടുക്കുന്ന പൊസിഷനിൽ ലോസ് വരുള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, കാരണം അവിടെ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ നമ്മൾ എടുക്കുന്ന പൊസിഷനിൽ ലോസ് വരില്ല. ഈവൻ നമ്മൾ പൊസിഷനെ നമ്മുടെ എഗെയിൻസ്റ്റ് ആണ് മാർക്കറ്റ് പോകുന്നതെങ്കിലും നമ്മൾ എടുക്കുന്ന 1 ലോട്ട് ആണെങ്കിൽ പോലും അതിന്റെ 50% പോലും നമുക്ക് ലോസ് വരില്ല. കാരണം അവിടെ ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട്. ലിക്വിഡിറ്റി ഉള്ളത് മൊത്തം താഴെയാണ്, ബയേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആകുമ്പോൾ തന്നെ നല്ല സ്പൈക്ക് കിട്ടും. ആ സ്പൈക്കിലൂടെ നമുക്ക് ഇനഫ് പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്ന IB-യുടെ ഡബിൾ ഇരട്ടി ട്രിപ്പിൾ ഇരട്ടി പ്രോഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സിനാരിയോ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഒറ്റ റെഡ് കാൻഡിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഫേക്ക് ബ്രേക്ക്ഔട്ട് നടത്തി, അതായത് എന്തുകൊണ്ടോ റിവേഴ്സ് വന്നേക്കുന്നത്, ഈ ഒരു ഒറ്റ റെഡ് കാൻഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലായി, സ്ട്രോങ് ആയിട്ടുള്ളത് ബയേഴ്സ് ആണ്. മാർക്കറ്റ് ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് അണ്ട് ചെയ്യുകയാണെന്ന് മനസ്സിലായി. നമുക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്കിവിടെ കൂടുതലൊന്നും ആലോചിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് ചെയ്യാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, സ്റ്റോപ്പ് ലോസ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കാം. മുകളിൽ വെച്ചാലും അധികം ലോസ് വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ലൈവ് സ്പൈക്ക് ഉണ്ടാവില്ല. അവിടെ ലിക്വിഡിറ്റി ഇല്ല, സ്റ്റോപ്പ് ലോസ് ഇല്ല. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ശരിക്കും ലോസും പ്രോഫിറ്റും നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് സ്റ്റോപ്പ് ലോസ് ഉള്ള സ്ഥലത്തേക്ക് എഗെയിൻസ്റ്റ് നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ മാർക്കറ്റ് അങ്ങോട്ട് മൂവ് ആവുകയാണെങ്കിൽ നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലോസ് വരും. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളതെങ്കിൽ, ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ, മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഒക്കെ ട്രിഗർ ചെയ്യും. ട്രിഗർ ചെയ്യുമ്പോഴേക്കും എന്താണ്, അതായത് സെല്ലേഴ്സിന്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈങ് ഓർഡർ ആയിരിക്കും. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും, മുകളിലേക്ക് പോകും, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ലോസ് വരും. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ താഴെ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എന്താണ്, സെൽ ഓർഡേഴ്സ് ആണ്. അപ്പൊ സെല്ലിംഗ് ആണ് ഇവിടെ, സെൽ ഓർഡേഴ്സ് ആണ് ഇവിടെ ട്രിഗർ ആകുക. ആ ട്രിഗർ ആകുന്നതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി. ഓരോ ലിക്വിഡിറ്റി ഹണ്ട് ആകുമ്പോഴുമാണ് ഇതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, മാർക്കറ്റ് ഡ്രാസ്റ്റിക്കലി മാർക്കറ്റ് താഴത്തേക്ക് വരും. ആ താഴത്തേക്ക് വരുമ്പോഴേക്കും നല്ല മൊമെന്റം കിട്ടും. ചെറിയൊരു പോയിന്റിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. 26 അനാലിസിസ് ഇതാണ്, വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മൾട്ടിപ്പിൾ തവണ സ്റ്റോപ്പ് ലോസ് പ്രീവിയസ് ഡേയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. കറന്റ് ഡേയിൽ എന്ത് ചെയ്തു, വീണ്ടും മാർക്കറ്റ് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. അത് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ 55,000 നിഫ്റ്റി സെൻസെക്സിലും നിഫ്റ്റിയിലും പ്രീവിയസ് ഡേ ലോയിൽ നിന്നും, പിന്നെ അതുകൂടാതെ ക്ലോസിംഗ് പ്രൈസിൽ നിന്നും ഡേ ബിഫോർ ഡേയിലെ 22nd ക്ലോസിംഗ് പ്രൈസിൽ നിന്നാണ് ബയേഴ്സിനെ അത് ഓപ്പോസിറ്റ് ക്യാൻഡിൽ വരുമ്പോഴേക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിൽ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. ധൈര്യമായിട്ട് ഇവിടെ തന്നെ എൻട്രി എടുക്കാം. ടാർഗറ്റ് നിയർ ബൈ വേണമെങ്കിൽ നിയർ ബൈ റൗണ്ട് നമ്പർ ടാർഗറ്റ് വെക്കാം. തീർച്ചയായിട്ടും റൗണ്ട് നമ്പർ ക്ലിയർ ചെയ്യും. കാരണം സ്ട്രോങ് ആയിട്ടുള്ള 3 ഇൻഡെക്സും ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ 3 ഇൻഡെക്സ് ഒരേപോലെ ബയേഴ്സിനെ ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ ഡ്രാസ്റ്റിക് ആയിട്ട് താഴത്തേക്ക് മാർക്കറ്റ് മൊമെന്റം തരും. തീർച്ചയായിട്ടും മൊമെന്റം തരും. കറന്റ് ഡേയിൽ ജസ്റ്റ് ഒരു ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന കണ്ടാൽ മാത്രം മതി. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാം. ഒരു റെഡ് ക്യാൻഡിൽ കിട്ടുമ്പോൾ തന്നെ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് ക്ലോസിംഗ് പ്രൈസ് ടാർഗറ്റും വെക്കാം. മാർക്കറ്റിൽ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു,
ഓവറോൾ ഒരു കൺസോളിഡേഷൻ ആണ് പിന്നെ മാർക്കറ്റ് നടന്നേക്കുന്നത്. അതായത് ഇവിടുന്ന് വീണ്ടും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇവിടുന്ന് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് താഴത്താണ് ക്ലോസ് ചെയ്തത്. അതായത് മാർക്കറ്റ് ഒരു ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ബയേഴ്സിനെ ആയിരിക്കും മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും ആക്ടിവേറ്റ് ചെയ്തു, വീണ്ടും സ്റ്റോപ്പിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് ബയേഴ്സാണ് വരുന്നു, അവിടെ ഹണ്ട് ചെയ്യുന്നു, വീണ്ടും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ഹണ്ട് ചെയ്യുന്നു. മാർക്കറ്റ് എന്നിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കുവാണെങ്കിൽ വീണ്ടും ഇത് കണ്ടോ, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു വീണ്ടും താഴത്ത് ക്ലോസ് ചെയ്തു. അപ്പൊ ഇതായിരുന്നു 26ലെ മാർക്കറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. അതായത് നിയർ ബൈ മാർക്കറ്റ് എന്ത് ചെയ്ത് റിവേഴ്സ് സെയിൽ ക്ലോസ് ചെയ്ത് ബൗൺസിംഗ് ലെവൽ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് ഡബ്ല്യൂ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തു. കൂടാതെ റൗണ്ട് നമ്പർ ആയിട്ടുള്ള 55,000 മുകളിലാണ് മാർക്കറ്റ്, മുകളിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് ഡബ്ല്യൂ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബയേഴ്സ് ആക്ടിവിറ്റി ആണ്, ഇവിടെയും ബയേഴ്സ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് താഴെ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത സെൻസസിന്റെ ഓവർലുക്ക് പറയുകയാണെങ്കിൽ അതായത് പ്രീവിയസ് ഡേയില് ബൗൺസിംഗ് ലെവല് അവിടുന്ന് റിവേഴ്സ് ആവുന്നു, ഇവിടെയും ബൗൺസിംഗ് ലെവല് പ്രീവിയസ് ഡേ ലോയി മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു, ഹൈ കട്ട് ചെയ്യുന്നു, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, 50% റീട്രേസ്മെന്റ് വരുന്നു, അതായത് ഫിബൊനാച്ചി 50% റീട്രേസ്മെന്റ് വരുന്നു, ഡബ്ല്യൂ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു, ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. കൂടാതെ 81,500 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്, അവിടെയും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്, ഡബ്ല്യൂ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 50% ഫിബൊനാച്ചി റീട്രേസ്മെന്റും ഉണ്ട്, അവിടെയും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇവിടുന്ന് കറണ്ട് ഡേ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ, സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ കീൻ ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസ് അല്ലെങ്കിൽ ബൗൺസിംഗ് ഏരിയയിൽ നിന്ന് തരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഓപ്പോസിറ്റ് വരുന്നു, മാർക്കറ്റ് അവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുന്നു, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നിഫ്റ്റിയിലേക്ക് വരാം. സെയിം സിനാരിയോ തന്നെയാണ്. സെൻസെക്സിൽ എന്താണ് നടക്കുന്നത് അത് തന്നെയാണ്. സെൻസെക്സും നിഫ്റ്റിയും ഒരു സെറോസ് കോപ്പിയാണ്, രണ്ടും ഒരേ മൂവ്മെന്റ് ആണ് രണ്ട് തരിക. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ വരുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, നിഫ്റ്റിയിൽ മാർക്കറ്റ് ബൗൺസിംഗ് ലെവല് പ്രീവിയസ് ഡേ ക്ലോസിംഗ് പ്രൈസ് മാർക്കറ്റ് താഴെ വരുന്നു, അവിടുന്ന് ബൗൺസിംഗ് ലെവലിന് മുമ്പ് റിവേഴ്സ് ആവുന്നു, 25,000 ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു 50% ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ആയിട്ടുള്ള 50% മാർക്കറ്റ് മുകളിൽ ഡബ്ല്യൂ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. അതുകൂടാതെ ഇവിടെ ക്ലോസിംഗ് പ്രൈസിന്റെ നിയർ ബൈ മാർക്കറ്റ് റിവേഴ്സ് ആക്കുന്നു, ഇവിടെയും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്, ഇവിടെയും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. കൂടാതെ 50% റീട്രേസ്മെന്റ് ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. മാർക്കറ്റ് എന്ത് ചെയ്ത് ഡബ്ല്യൂ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു, ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ഈ ഹൈ കട്ട് ചെയ്യുമ്പോൾ ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്, ഇവിടെയും ബയേഴ്സ് ആക്ടിവേറ്റ് ആണ്. ബോത്ത് ഇൻഡെക്സ് എന്ത് ചെയ്ത് ബയേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു. നിഫ്റ്റിയിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പണിംഗ് തന്നെ ഇത് ഉണ്ടാവും. ഇവിടെ നിന്ന് ഈ ഒരു പ്രീവിയസ് ഡേ ലോ അല്ലെങ്കിൽ ബൗൺസിംഗ് ലെവലിൽ നിന്ന് മാർക്കറ്റിന്റെ ഗ്രീൻ ക്യാൻഡിൽ വരുന്നു, തിരിച്ച് ഓപ്പോസിറ്റ് വരുന്നു, എന്നിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഫുൾ ബയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുന്നു, ഫണ്ട് ചെയ്ത് മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്യുന്നു. ഓവർലേക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ, വീണ്ടും ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഡബ്ല്യൂ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ബയേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് വീണ്ടും അവർ സ്റ്റോപ്പ് ലോസ് ക്ലിയർ ചെയ്ത് മാർക്കറ്റ് താഴെ ക്ലോസ്. ഓക്കെ ട്രേഡേഴ്സ്, അപ്പോൾ ഇതാണ് 26ലെ അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത 28ലെ അനാലിസിസ് വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.